ഗായ്സ്, നമ്മളിപ്പോൾ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അമ്മേ വളവ് എഡ്ജാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീപ്പിന് കറക്റ്റാണ്. പക്ഷെ എങ്ങോട്ട് ഇറക്കി കൊടുക്കാനൊന്നും പറ്റില്ല. പോയിക്കണമെന്ന് പറഞ്ഞ സൈഡിൽ കൂടെയൊക്കെ ഇവിടെ വളരെ മോശമായിരുന്നു എന്നാ പറഞ്ഞത്. റോഡ് ടീ പോളി തുടങ്ങി. ഇതുവരെ നമ്മൾ കണ്ടത് കോൺക്രീറ്റ് ഇട്ട റോഡായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് പഴയ കാലത്തെ സ്മരണ. പണ്ടൊക്കെ നാട്ടിലെ റോഡ് ഇങ്ങനെയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള. അതെ, അതൊരു 10-15 കൊല്ലം മുന്നേ ആയിരിക്കും. 12 കൊല്ലം മുന്നേ എന്തായാലും ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ ഞാൻ റോഡ് നാട്ടിലോ കണ്ടു. ഇപ്പൊ കട്ട് റോഡുകൾ പോലെ അവിടെയൊക്കെ എത്രയോ അപ്ഡേറ്റഡ് ആണ്. ഇവിടെ ഇപ്പോഴും ഇതാണ് സ്ഥിതി. കുറേ പിന്നോട്ടാ, കുറച്ചല്ല കുറേ. കാണാനും കാര്യങ്ങളൊക്കെ രസമാണ്. എപ്പോഴെങ്കിലും വരുമ്പോൾ മുമ്പൊക്കെ നല്ല രസമാണ്. പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കണ ഒരവസ്ഥ പരിതാപകരം. വ്യൂ പോയിന്റ്, വ്യൂ പോയിന്റ് അല്ല, ഇത് വേറൊരു വ്യൂ പോയിന്റ്. ഇത് നമ്മൾ വന്നുവിട്ട് ഏതോ ഒരു വ്യൂ പോയിന്റ്. പക്ഷെ ഇവിടെ നല്ല മഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇത് പുകയില്ലല്ലോ, കോടയൊന്നുമില്ല. അല്ലാതെ തൃത്തോൻ ഏരിയയിൽ കവർ ചെയ്യാൻ മാത്രം കാര്യമൊന്നുമില്ല. റോഡൊക്കെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. എൻ്റെ മുത്താപ്പ പറയാൻ പറ്റില്ല. വഴി എന്ന് വേണമെങ്കിൽ പറയാം. നടക്കാം, നടന്നാൽ പോലും നടന്നു നടന്നാൽ പോലും ചെരുപ്പ്. ഇനി നല്ലൊരു സ്ഥലം തോന്നുന്നു. അമ്മേ, അടിപൊളി ഏരിയാസ്. ഇതാണോ പറഞ്ഞ അടയാളം? അല്ല, അടയാളം നോക്കി നോക്കി പോകാം. ഓക്കെ. ഒത്തിരി പോണെന്നാ, ഇനി കുറച്ചു നേരം വീഡിയോ നിർത്തുന്നാൽ. ഇതാണ് നമ്മുടെ ആദ്യത്തെ അടയാളം ആയിട്ട് പറഞ്ഞത്. നല്ല റോഡ് കാണുന്നുണ്ട്, അതായിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കെട്ട റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മുത്തപ്പ, ഇത് വിളിച്ച് ചോദിച്ചിട്ട് പോവാൻ നല്ലത്. ഒരു മിനിറ്റ് ഗായ്സ്, ഇനി വഴി അല്ല, ഇത് കണ്ടിട്ട് എനിക്ക് നല്ല. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ദൂരം വന്നു അത്രയും ദൂരം തന്നെ ഇനിയും പോകണം. ഇനി ബ്രേക്ക് ചെയ്യേണ്ട സീനായിരിക്കും. എന്തേ കല്ല് കുടുങ്ങിയതല്ലേ? അതെ, അടിപൊളി. എണ്ണ തീർന്നു ഗായ്സ്, നമ്മൾ വിടുന്നു. മിന്നാമിന്നി കത്താൻ തുടങ്ങി. മിന്നാമിനുങ്ങി. പെട്രോളില്ല. എന്ത് സന്തോഷമല്ലേ എനിക്ക്. അപ്പം നമ്മുടെ പെട്രോള് കാലിയായിരിക്കാണ്. 125 വാങ്ങി വെച്ചല്ലേ? ഓക്കെ, അത് നന്നായി. ഇനി നമ്മൾ എങ്ങനെയാണ് പെട്രോൾ വണ്ടിയിലേക്ക് ഒഴിക്കുന്നത് എന്നാണ് കാണാൻ പോകുന്നത്. ഇതുവരെ ആരും കണ്ടിട്ടുണ്ടായില്ല. പെട്രോൾ നമ്മൾ ആദ്യം പെട്രോൾ എടുക്കുന്നു, എന്നതിന് ശേഷം ഇതെടുത്ത് ഇവിടെ വെച്ചതിന് ശേഷം പെട്രോൾ എടുക്കും. വളരെ കഥ പിരിക്കും എൻ്റെ അമ്മ. നൈസായിട്ട് പെട്രോൾ അതിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ് ഗൈസ്. എങ്ങനെയാണ് വണ്ടിയിൽ എങ്ങനെയാണ് പെട്രോൾ നിറയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഗൈസ്. ഇങ്ങനെയാണ് പമ്പില്ലാത്ത. ഇവിടുത്തെ പെട്രോളിൻ്റെ കളർ കണ്ടോ? ചാത്തൻ കളറൊക്കെ. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഓറഞ്ച്, അത് BJP പെട്രോളാണോ? കേന്ദ്രത്തിൻ്റെ എജ്ജാതി ചളിയിൽ. അതെന്തിനാ? ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പെട്രോളാണോ അടച്ചത്? വണ്ടിയും കൊണ്ട് വരാഞ്ഞ് നന്നായി. എന്തായാലും ഒഴിച്ച് ഒഴി. എണ്ണ ലാഭിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി ഇറക്കല്ലേ, വണ്ടി ഉരുട്ടുകയാണ്.
ഉരുട്ടി ഇതിനൊക്കെ എണ്ണ കത്തി പോണതിന് അളവുണ്ടാവില്ല ഇപ്പം ഇവിടെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിലേ, കാരണം അത്രയും ബ്രേക്ക് ചെയ്തല്ലേ പോണം. ജന്മകാലത്ത് പഠിച്ച തമ്പിരാനേ. ഇത് ഞാനും പിന്നിലിരുന്ന് വണ്ടി ഓടിക്കുന്നതാണ് ശരിക്കും. ബ്രേക്കിൻ്റെ കയ്യിലും കാലുമലും ഒക്കെ ഉണ്ട്. ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മേ വീണില്ല. ഇറങ്ങി വാ, അതാ നല്ല. ജസ്റ്റ് മിസ്സായിരിക്കണം കൈസ്, ഒരു വീഴ്ച കഴിച്ചില്ലേ. എന്തോ ഒരു ഭാഗ്യം വീണില്ല. കല്ല് ഇത് നമുക്ക് തോളിൽ വെച്ച് പോയാലോ? അവിടേക്ക് എത്തിയാൽ കഴിഞ്ഞ് കുറച്ചുകൂടെ, അതാ ദൂരം കഴിഞ്ഞ്. നമുക്ക് ഓടിപ്പോവാനുള്ളൂ ഉള്ളു ഗൈസ്. ആ മനുഷ്യനത് ഉരുട്ടി വരട്ടെ. ഞങ്ങൾ ഉരുട്ടി എത്തുമ്പോഴത്തേന് മെല്ലെ വന്നാൽ മതിയാ. അമ്മേ